ഹായ് ഹലോ, എൻ്റെ പേര് അച്ചു. വൈബ്സ് വൈബ്സ് വേൾഡ് വിത്ത് അച്ചൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് അതിനകത്ത് അടി ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു, നോമിനേഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ രസമായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് നമ്മളെ കാണിക്കുന്നത് തന്നെ ഷാനവാസിൻ്റെ സ്റ്റാർ പിടിച്ചു പറിക്കാൻ നടക്കുന്ന ആൾക്കാരെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ടാസ്ക് ജയിച്ച് കിട്ടിയവർക്ക് ആ സ്റ്റാർ ഉള്ളവരുടെ ഡ്രസ്സുകൾ സാധനങ്ങൾ മാത്രമേ ബിഗ് ബോസ് കൊടുക്കുകയുള്ളൂ. ബാക്കി ഒരു മനുഷ്യൻ അവിടെ ഒരു സാധനം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. ഇവരുടെ ഈ സ്റ്റാർ കിട്ടിയ 3 പേർക്കാണ് അവരുടെ ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്, കാര്യങ്ങൾ, അവർക്ക് വേണ്ട ചപ്പൽ, സർവത്ര സാധനങ്ങളും കിട്ടിയിരിക്കുന്നത് ഈ ബിഗ് ബോസിൻ്റെ സ്റ്റാർ കിട്ടിയവർക്കാണ്. ബാക്കി എല്ലാവർക്കും അവിടെ യൂണിഫോമാണ് കൊടുത്തേക്കുന്നത്. ഒരു സ്ലിപ്പർ പോലത്തെ ചെരുപ്പോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വേറെ അവരുടെ ഒരു ആക്സസറീസ് സാധനങ്ങളൊന്നും അവിടെ കിട്ടിയിട്ടില്ല. അതെല്ലാം ബിഗ് ബോസ് എടുത്തു വെച്ചേക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റാർ കൈക്കലാക്കുന്നവർക്കായിരിക്കും ഇവരുടെ ബാക്കി സാധനങ്ങൾ, സാധനങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അത് കാരണം ഈ സ്റ്റാർ കൈക്കലാക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു എല്ലാവരോടും ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നത് ലേഡീസാണ് കുറച്ചുകൂടെ പെർഫോം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചുകൂടെ ആക്റ്റീവ്, എല്ലാ കാര്യങ്ങളും ടാസ്ക് ചെയ്യണമെന്നോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് തോന്നുന്ന ലേഡീസാണ്. പുരുഷന്മാർ അത്ര കുഴപ്പമില്ല, എല്ലാം കുറേ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവ്. ഞാൻ മറ്റേ റീന ഫാത്തിമ അത്ര പെർഫോം ചെയ്യില്ല, ചെറിയൊരു കുട്ടി പോലെ ഞാൻ കുട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ചുകൂടെ ഈ സ്ത്രീകളുള്ള കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് റീന ഫാത്തിമയാണ്. നല്ലതായിട്ട് അത്ര അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ കുട്ടി പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ ജസീൽ താക്കൂർ അതിന് അത്യാവശ്യം ഗെയിമുകളും കാര്യങ്ങളും തന്നെ അറിയാം ജസീൽ താക്കൂറിന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇന്നലത്തെ ടാസ്കിനകത്ത് ഷാനവാസിൻ്റെ സ്റ്റാർ പറിച്ചെടുക്കാനായിട്ട് അനീഷ് പുറകെ നടക്കുന്നുണ്ട്. ഷാനവാസ് കൊടുക്കുന്നില്ല. ബെന്നിയുടെ പുറകെ ഗേൾസ് ഓടുന്നുണ്ട്, ആര്യൻ്റെ പുറകെ ഓടുന്നുണ്ട്. ലാസ്റ്റ് ആര്യം കയറി ബാത്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നുണ്ട് ഇതെടുക്കാനായിട്ട്. ഷാനവാസിൻ്റെ ഇരുന്ന കുറേ നേരം അനീഷ് എടുക്കാനും തട്ടിപ്പറിക്കാനൊക്കെ നോക്കി. ലാസ്റ്റ് ഷാനവാസിൻ്റെ സാധനം ഓനിയ സാബുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അതെന്തിനാ അങ്ങനെ കൊടുത്തെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. പക്ഷെ അങ്ങനെ കൊടുക്കരുതല്ലോ, ഇത് സേഫായിട്ട് കൊണ്ടു നടക്കുന്നതാണല്ലോ ഗെയിം. പക്ഷെ അത് ഷാനവാസ് അത് ഊരി കൊടുത്തു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഊരി കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഈ വഴക്കും കാര്യങ്ങളും കണ്ടുകൊണ്ട് ബിഗ് ബോസ് അവരെ ലിവിംഗ് റൂമിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ടാസ്ക് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി വെച്ചേക്കുകയെന്ന് പറഞ്ഞു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ആ ടാസ്ക് തുടരുന്നില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അത് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ മോർണിംഗ് സോങ് ആണ്, ലോകത്തിൻ കഥ അറിയാതെ എന്നുള്ള മോർണിംഗ് സോങ് ആണ് വന്നത്. മോർണിംഗ് സോങ് എല്ലാവരും ഡാൻസ് കളിക്കുന്നു, വെറുക്കുന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ വന്നത് നമുക്ക് ബിഗ് ബോസിൻ്റെ എപ്പിസോഡിലുണ്ടായിരുന്നത് ഷേവിംഗ് ഫോം ടാസ്കിനായിട്ട് ടാസ്ക് അല്ല ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം കിട്ടുന്നവരാണ് ക്യാപ്റ്റൻ ആകുന്നത്. അപ്പം ബിഗ് ബോസ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇവർക്കുള്ള 7ൻ്റെ പണിയായിരുന്നു. പക്ഷെ അതാർക്കും മനസ്സിലായില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം 6 മുഖത്താണ് അവരാണ് ക്യാപ്റ്റൻ ആകുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ലാത്തവരുടെ മുഖത്ത് തേക്കാന്നാണ് പറഞ്ഞത്. ആ തേക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത് അവരാണ് ക്യാപ്റ്റൻ ആകുന്നത്. അങ്ങനെ അനീഷ് ചെറിയൊരു ചൊറിയനാണല്ലോ, അപ്പോൾ എല്ലാവർക്കും അനീഷിനോടുള്ള ഇതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ അനീഷിനാണ് തേച്ച് കൊടുത്തത്. അങ്ങനെ ലാസ്റ്റ് വന്നത് ബിഗ് ബോസ് അവരോട് ചോദിച്ചു, ഇത് ബിഗ് ബോസ് ആണ്, ഇത് 7ൻ്റെ പണിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ക്യാപ്റ്റൻ അനീഷാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസ് ആ സമയത്ത് അവർക്ക് ആ ടാസ്കിനെ കുറിച്ച് മനസ്സിലായത്. കുറേ പേര് ഞാനെന്നാ പൊട്ടനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഇന്നലെ ബിഗ് ബോസിൻ്റെ 7ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബിഗ് ബോസിനകത്ത് നടന്നത് നമ്മുടെ നോമിനേഷൻ പ്രോസസ്സായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നോമിനേഷൻ പ്രോസസ്സ് കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ അനീഷ് ആയത് കാരണം അനീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കണക്കിന് നന്നായി. അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ കണ്ട സർവത്ര ആൾക്കാരും അനീഷിനെ തന്നെ നോമിനേറ്റ് ചെയ്തേനെ. അപ്പോൾ കുറേ വോട്ട് നമുക്ക് വേസ്റ്റായി പോയേനെ. പക്ഷേ ഇത് വോട്ട് വേസ്റ്റായി പോയില്ല. അനീഷ് നോമിനേഷൻ ഇല്ലാത്തത് കാരണം വേറെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്.
അതിന് തന്നെ രാവിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഈ സ്റ്റാർ കിട്ടിയവർക്ക് മാത്രമല്ല അവരുടെ സാധനങ്ങൾ മൊത്തം കൊടുക്കുകയുള്ളൂ. അപ്പോൾ വേറെ 3 പേർക്ക് ഈ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഈ സ്റ്റാർ ഇല്ലാത്ത കാരണം അവരുടെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവരുടെ മേക്കപ്പ് സ്ഥാനം മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ലിപ്സ്റ്റിക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഗേൾസ് ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ പറയണ്ടല്ലോ എല്ലാവരും, ലിപ്സ്റ്റിക്ക് സാധനം എടുത്ത് തേച്ച് ബിഗ് ബോസ് ആദ്യത്തെ റൂള് വയലേഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ ഇവർ ലിപ്സ്റ്റിക് എടുത്ത് തേച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഗേൾസ് ഒട്ടുമിക്ക പേരും ആ കൂട്ടത്തിൽ ആര്യനും പോയി കുറച്ച് തേച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആര്യനും ഉണ്ടെന്ന് തോന്നുന്നു ഈ ലിപ്സ്റ്റിക് എടുത്ത് തേച്ച് അതിൽ വഴക്കൊക്കെ പറഞ്ഞ് ഇരുത്തി. അതിൻ്റെ ഇടയ്ക്ക് ശൈത്യ ചെയ്തു, ഞാൻ അവരോട് പറഞ്ഞതായിരുന്നു തേക്കരുത്, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ശൈത്യ തേച്ചിട്ടുണ്ടായിരുന്നു. ശൈത്യക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ശൈത്യ അത് തേച്ചില്ലെങ്കിൽ ശരിയാ പറയുന്നില്ല, പക്ഷെ ശൈത്യം തേച്ചിട്ട് ശൈത്യ ഏറ്റു നിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതായിരുന്നു, ചെയ്യരുതെന്ന് പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ പറഞ്ഞു. അപ്പോൾ അതിനെതിരെ അനീഷും ബാക്കി ലേഡീസൊക്കെ പറയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ശൈത്യക്ക് കുറേ നോമിനേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ അങ്ങനെ നോമിനേഷൻ പ്രോസസ്സ് തുടങ്ങി. ഫസ്റ്റ് ബിഗ് ബോസ് വിളിച്ചത് അനുമോളെയാണ്. അനുമോളെ നോമിനേറ്റ് ചെയ്തത് ജിസേൽ താക്കൂർ, മുൻഷി രഞ്ജിത്തിനെ വിളിച്ച്. മുൻഷി രഞ്ജിത്തിനെ ഒട്ടുമിക്ക ആൾക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുൻഷി ആണെങ്കിൽ വലിയേട്ടനും അച്ഛനും ചേട്ടനൊക്കെ ആകാൻ പോയതാണ്, പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് മുൻഷീനെ. രഞ്ജിത്ത് വഴക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നെന്നാണ് അനുമോള് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വിളിച്ചത് ആര്യനെ ശൈത്യനെ നവീനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. ശൈത്യ സേഫ് ഗെയിം കളിക്കുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ ടാസ്കിലൊന്നും ആക്റ്റീവല്ല, പിന്നെ നവീന് എഫേർട്ട് എടുക്കുന്നില്ല എന്ന കാര്യങ്ങളാണ് ആര്യൻ പറഞ്ഞത്. പിന്നെ അടുത്ത സരിക ആര്യനെയും ഒനിയൽ സാബുവിനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. സരിക അക്ബർ ഖാൻ മുൻഷി രഞ്ജിത്തിനെ ആദില നൂറ ഇവരെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. ബിൻസി ശൈത്യ നവീൻ ഇവരെയാണ് ആക്റ്റീവ് ചെയ്തേക്കുന്നത്. നോട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞു, അവർ ഇതിലൊന്നും ആക്റ്റീവ് അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒനിയൻ സാബു ശൈത്യനെയും ജിസേലിനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. ബിന്നി ശൈത്യനെയും മുൻഷി രഞ്ജിത്തിനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അഭിലാഷ് രേണു സുധീനെയും ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. റീന ഫാത്തിമ നവീനെയും ശൈത്യനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. മുൻഷി രഞ്ജിത്ത് ശൈത്യനെയും ജിസാലിനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. ജിസേൽ രേണുവിനെ ശാരികനെയുമാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. ശാരിക രേണുസുതി മുൻഷി ഇവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഷാനവാസ് ജിസേലിനെയും അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഷാനവാസ് ജിഷേലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിസേലിൻ്റെ ഡ്രസ്സ് കേരള സംസ്കാരത്തിന് ചേരത്തില്ലാത്തത് കാരണമാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു നോമിനേഷനല്ലോ. ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ധരിക്കുന്നതല്ല, അതിനെക്കുറിച്ച് അത് നോമിനേറ്റ് ചെയ്യാനൊരു കാരണമല്ല. പക്ഷെ അത് ശരിയായില്ല ഷാനവാസ് പറഞ്ഞത്. നവീൻ ചെയ്തേക്കുന്നത് അനുമോളെ രേണുവിനെയാണ്. ആദില നൂറ ചെയ്തേക്കുന്നത് ശൈത്യ ആര്യൻ. ശൈത്യ ചെയ്തേക്കുന്നത് ബിന്നി മുൻഷി രഞ്ജിത്ത്. രേണു ചെയ്തേക്കുന്നത് അക്ബർ ഖാൻ ശൈത്യ. ഇവർ രണ്ടുപേരും ആക്റ്റീവ് അല്ലെന്നാണ് രേണു പറഞ്ഞേക്കുന്നത്. അപ്പാനി ശരത്ത് ചെയ്തേക്കുന്ന ഷാനവാസ് നവീനെയാണ് ചെയ്തേക്കുന്നത്. അനീഷ് ചെയ്തേക്കുന്നത് ശാരിക അനുമോള് ഇവർ ചെയ്തേക്കുന്നത്. ഇത്രയും പേർക്ക് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. കൂടുതലും വോട്ട് കിട്ടിയേക്കുന്ന ശൈത്യക്കാന്ന് തോന്നുന്നു. ശൈത്യക്ക് കൂടുതൽ വോട്ട് കിട്ടിയത്. പിന്നെ മുൻഷിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. രേണുസുതി വന്നിട്ടുണ്ട്. രേണുസുതിയുടെയൊക്കെ എങ്ങനെയാണെന്നറിയാം, ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ നോമിനേഷൻ കഴിയുമ്പോൾ തന്നെ അറിയാം. എനിക്ക് രേണുസുതി വലിയ കാര്യമായിട്ട് കണ്ടന്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ജസ്റ്റ് രേണുസുതിയുടെ നേരെ വരുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര അലറി വിളിച്ച് കിടന്ന് പറയുന്നതെന്നല്ലാണ്ട് പ്രത്യേകിച്ച് രേണുസുതിയുടേതായ ഒരു കണ്ടന്റ് അതിലോട്ട് പോകുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. പൊതുവെ നമുക്ക് ക്യാമറയിലൊന്നും വലിയ കാര്യമായിട്ട് രേണുവിനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ദിവസമല്ലായുള്ളൂ, ഇനി മുന്നോട്ട് ദിവസങ്ങൾ കിടക്കുവാണല്ലോ. പിന്നെ അത് നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഒരു തലവേദനയുടെ അടി, ഒരു മുട്ടനടിയായിരുന്നു നടന്നിരുന്നത്. രേണുസുതിക്ക് തലവേദനയാണ്. അപ്പോൾ തലവേദനയാണെന്നുള്ള കാര്യം ക്യാപ്റ്റനോട് പറഞ്ഞു. ക്യാപ്റ്റൻ രേണുസുതിയോട് ഉറങ്ങാൻ പറഞ്ഞു. അതിന് മുന്നേ ക്യാപ്റ്റൻ ഇരുന്ന സമയത്ത് ഷാനവാസിന് തലവേദനയുണ്ട്. ഷാനവാസ് ക്യാപ്റ്റനോടായിട്ട് പറഞ്ഞില്ല തലവേദന ഉണ്ടെന്ന് പൊതുവെ പറഞ്ഞു.
പക്ഷേ ഇത് ക്യാപ്റ്റൻ പറഞ്ഞില്ല, ബിഗ് ബോസിനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടിയായിരുന്നു. അഭിലാഷിന് പെട്ടെന്ന് ദേഷ്യം വന്നു. രേണുസുതിയോട് ചോദിക്കുന്നു, രേണുസുതി പറഞ്ഞത് കള്ളവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിയായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം തല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു രേണുസുതിക്ക് ശരിക്കും തലവേദന ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിട്ട്. ലാസ്റ്റ് നമ്മളെ എപ്പിസോഡിൽ കാണിച്ചപ്പം ക്യാമറയുടെ മുന്നേറുന്ന രേണുസുതി പറയുന്നുണ്ടായിരുന്നു തലവേദനയുണ്ട്, പെയിൻ കില്ലർ തരാൻ പറയുന്നുണ്ട്. ഷാനവാസിനെ കാണും ചിലപ്പോൾ അവർ തലേ ദിവസമൊക്കെ ഇത്രയും ടയേർഡായി വന്നാലേ വീടൊക്കെ മാറി അതിൻ്റെയൊക്കെ ചിലപ്പോൾ തലവേദന കാണുമായിരിക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്, കാണുമായിരിക്കും. അങ്ങനെ അതിൻ്റെ പേര് വഴക്കായിരുന്നു. പക്ഷേ ഒരു പരത്തേക്കുള്ള വഴക്കായിപ്പോയെന്ന് തോന്നുന്നു. അത്രയും വഴക്കിൻ്റെ കാര്യമില്ലായിരുന്നു, ഓവറായിട്ട് വഴക്കുണ്ടാക്കുന്ന പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലക്ഷറി ബഡ്ജറ്റിൻ്റെ കാര്യമാണ്. ഈ പ്രാവശ്യം തൊട്ട് അവർക്ക് ലക്ഷറി ബഡ്ജറ്റ് ഇല്ല. ലക്ഷറി ബഡ്ജറ്റിന് പകരം പണിപ്പുര എന്ന് പറഞ്ഞ സംഭവമാണുള്ളത്. പണിപ്പുരയിൽ അവർക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. 8ൻ്റെ അല്ല 7ൻ്റെ പണി ആണ് കിട്ടിയത്. അവർ ലക്ഷറി ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ അവർ ടാസ്ക് ചെയ്ത് ജയിച്ച പോയിന്റ് കൊണ്ട് അവർക്ക് ലക്ഷറി ഐറ്റംസ് എടുക്കാം. അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം ബിഗ് ബോസ് പണിപ്പുര വെച്ച് പൂട്ടിയിട്ടുണ്ട്. ഓർണമെൻറ്റ്സ്, ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം അത് എടുക്കാം. അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എടുക്കാം. അങ്ങനെയുള്ള ഐറ്റംസ്, ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് മൊത്തം പണിപ്പുരയിലാണ് വെച്ചിരിക്കുന്നത്. ഇവർ ഗെയിം കളിച്ച് ജയിച്ചിട്ട് ആ പോയിന്റും കൊണ്ട് പണിപ്പുരയിൽ നിന്ന് എടുക്കാം. ഫുഡ് ഐറ്റംസ് എടുക്കുവാണെങ്കിൽ ആ കിട്ടിയ പോയിന്റിനുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് പുറത്ത് പോരാം. ആ ടൈമിനുള്ളിൽ എടുത്തില്ലെങ്കിൽ ഈ സാധനങ്ങൾ മൊത്തം അവർ തിരിച്ചു വെക്കണം. അപ്പോൾ അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എടുക്കുന്നില്ലെങ്കിൽ ഇവർക്ക് ഡ്രസ്സ് എടുക്കാം. ഡ്രസ്സ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷർട്ട് എടുത്താൽ അതിന് ചേരുന്ന അതിൻ്റെ അടുത്ത ജോഡി ഏതാണോ, പാൻറ്റിൻ്റെ ഏതാണോ, അല്ലെങ്കിൽ ചുരിദാർ എടുത്തു, ചുരിദാറിൻ്റെ ബോട്ടം ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫുൾ സെറ്റായിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പകുതി യൂണിഫോം ആണല്ലോ ബിഗ് ബോസ് കൊടുത്തത്, ആ യൂണിഫോമിൻ്റെ പകുതി മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഒരു ഡ്രസ്സാണെങ്കിൽ ഫുൾ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ചെരുപ്പ് എടുക്കാൻ പറ്റില്ല. 2 ജോഡി ചെരുപ്പ് എടുത്തിട്ട് വേണം ഇറങ്ങി വരാനായിട്ട്. ഒരു ജോഡി ഫുള്ള് എടുത്തിട്ട് വേണം ഇറങ്ങി വരാനായിട്ട്. പിന്നെ ആ പണിപ്പുരയിൽ നിന്ന് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം അവർ ചിലപ്പോൾ ഇങ്ങനെ ഈ ഡ്രസ്സ് ഇടാനും അണിഞ്ഞൊരുങ്ങാനും കൂടി ആയിരിക്കില്ല എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അവർക്ക് ഭയങ്കര കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഇതായി തുടങ്ങും. അപ്പോൾ അപ്പോഴാണ് നമുക്ക് കാണാൻ രസം വരും. ഇന്നിപ്പോൾ ഫസ്റ്റ് ദിവസമായിരുന്നു, ഇവർക്ക് വലിയതായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് പണിപ്പുരയിലോട്ട് കയറുന്ന ടാസ്ക് ഒക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് പ്രൊമോയിൽ കണ്ടത്. അതിനോട് ടാസ്ക് കൊടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇപ്പോൾ ഈ നടന്ന ഒരു ദിവസത്തെ വിലയിരുത്തലിൽ സ്ത്രീകളാണ് കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ബിഗ് ബോസിൻ്റെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.